അപ്പോൾ സീറ്റ് ചർച്ചകളിലേക്കും തെരഞ്ഞെടുപ്പിലെ സാധ്യതകളിലേക്കും തന്നെയാണ് നമ്മൾ ഈ 8 മണിയിലും ആദ്യം വരുന്നത്. അപ്പോൾ തലസ്ഥാനത്ത് ചില തീരുമാനങ്ങളൊക്കെ CPM എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തലസ്ഥാനത്ത് തിരുവനന്തപുരം സെൻട്രൽ ഒഴികെയുള്ള നിയമസഭാ സീറ്റുകളിൽ സിറ്റിംഗ് MLA മാർ തന്നെ മത്സരിച്ചേക്കാനുള്ള സാധ്യതയാണ് പറയുന്നത്. ജില്ലയിലെ 14-ൽ 13-ലും ഇടത് മുന്നണിയുടെ MLA മാരാണ് ഉണ്ടായിരുന്നത്. ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടതോടെ സീറ്റുകളുടെ എണ്ണം 12ആയി കുറഞ്ഞു. ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് വി ജോയ് വർക്കലയിൽ മത്സരിക്കേണ്ടതില്ലെന്ന അഭിപ്രായമുണ്ടെങ്കിലും മാറ്റത്തിന് സാധ്യത കുറവാണ്. പാറശാല മുതൽ ആറ്റിങ്ങൽ വരെ 14 നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ കോവളത്ത് വിൻസെന്റ് ഒഴികെ ബാക്കി 13 പേരും LDF MLA മാരായിരുന്നു. തൊണ്ടിമുതൽ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെ ആന്റണി രാജു MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനായി. തെരഞ്ഞെടുപ്പിന് 2-3 മാസം മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രാഥമിക ചർച്ച 3 മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞു. വിജയസാധ്യതയെ ബാധിക്കാതിരിക്കാൻ 12ഇടത്തും സിറ്റിംഗ് MLA മാർ മത്സരിച്ചാൽ മതിയെന്നാണ് LDF-നുള്ളിൽ ധാരണ. പാറശാലയിൽ CK ഹരീന്ദ്രനും നെയ്യാറ്റിൻകരയിൽ R ആൻസലനും നെടുമങ്ങാട് GR അനിലും തന്നെ മത്സരിക്കും. ആറ്റിങ്ങലിൽ OS അംബികയും വാമനപുരത്ത് DK മുരളിയും വട്ടിയൂർക്കാവിൽ VK പ്രശാന്തും മത്സരിക്കും. കാട്ടാക്കട IB സതീഷ്, നേമത്ത് V ശിവൻകുട്ടി, കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ, അരുവിക്കര G സ്റ്റീഫൻ എന്നിവരായിരിക്കും സ്ഥാനാർത്ഥികൾ. ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് വി ജോയ് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന അഭിപ്രായം ഒരു വിഭാഗത്തിനുണ്ട്. എന്നാൽ സംസ്ഥാന നേതൃത്വം ആ നിലപാടിനോട് യോജിക്കുന്നില്ല. ചിറയൻകീഴ് V ശശിക്ക് പകരം പുതുമുഖത്തെയാണ് CPI ഇറക്കുക. തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുത്ത് അവിടെ ജനകീയനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആലോചന CPM-ൽ നടക്കുന്നുണ്ട്. സീറ്റ് വെച്ചുമാറുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. മീഡിയ 1 തിരുവനന്തപുരം. സെയ്ഫ് സൈനുലാബ്ദീൻ അതിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തും ചേരുന്നു. സെയ്ഫ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2021-ലും 2016-ലും LDF-ന്റെ അജയ്യമായ തേരോട്ടത്തിനാണ് തിരുവനന്തപുരം ജില്ല സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ ഇക്കുറി അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാകുമോ എന്നാണ് UDF ഉറ്റുനോക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം വിട്ടുകൊടുക്കാതിരിക്കാനുള്ള എല്ലാത്തരം ശ്രമങ്ങളും LDF ഇക്കുറിയും പയറ്റുന്നുണ്ട്. അപ്പോൾ സീറ്റ് നിർണയ ചർച്ചകളിലേക്കൊക്കെ നിലവിൽ LDF കടന്നിട്ടുണ്ടോ? ഏതൊക്കെ സീറ്റുകളിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്? എവിടെയൊക്കെ ഇപ്പോഴത്തെ നില തുടരാൻ സാധ്യതയുണ്ട്? സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് അവർക്ക് കൊല്ലം ജില്ലയിൽ എങ്ങനെയാണോ തൂത്തുവാരാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും ആ സീറ്റുകൾ തൂത്തുവാരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സംഘടനാശേഷി ഉണ്ട്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഉണ്ട്. അതിൽ സംഘടനാ ബലമാണ്, അടിത്തട്ടിലെ സംഘടനാ ബലമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ ജില്ലകളും എടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുള്ള സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം ജില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ സീറ്റുകൾ കൂടുതൽ നേടിയെടുക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും ചിത്രം മാറുന്നു എന്നുള്ളത് വേറൊരു സത്യം. അത് കേരളത്തിൽ ഉടനീളമുള്ളൊരു പ്രതിഭാസം തിരുവനന്തപുരത്തും ഉണ്ടാകുന്നു. അപ്പോൾ സൈഫുദ്ദീൻ ചോദിച്ചത് ആരെയൊക്കെ മാറ്റുന്നു എന്നുള്ളതാണ്. ആരെയും മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം 14 സീറ്റുണ്ട് ഇവിടെ. 14 സീറ്റിൽ 13 സീറ്റിൽ ഇടതുമുന്നണിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഇപ്പോൾ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 സീറ്റിൽ ആന്റണി രാജുവിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇറക്കിയതോടുകൂടി 12 MLA-മാർ തിരുവനന്തപുരത്ത് നിന്നുണ്ട്. സിറ്റിംഗ് MLA-മാരെ തന്നെ മത്സരിപ്പിച്ചാൽ മതി എന്ന ധാരണയിലേക്ക് ഇടതുമുന്നണി നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം മൊത്തത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തലമുറ മാറ്റത്തിൻ്റെ ഒരു രീതി കൊണ്ടുവരാൻ വേണ്ടി പാർട്ടി നേതൃത്വം ശ്രമിച്ചിരുന്നു. അതാണ് ഇത് 2 ടേം നിബന്ധന കർശനമാക്കിക്കൊണ്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നത്. ഇത്തവണ അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിൽക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ ആളെ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട, അതിന് അത്രയും സമയം കളയേണ്ടതില്ല, സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിച്ചോട്ടെ എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിച്ചേരുകയാണ്. അത് പാറശാലയിൽ തുടങ്ങി ആറ്റിങ്ങൽ വരെയുള്ള MLA-മാരിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പാറശാലയിൽ CK ഹരീന്ദ്രന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷേ അത് അവഗണിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള തീരുമാനം തന്നെയാണ് പാർട്ടി നേതൃത്വം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ആവശ്യമായ ചികിത്സ വേഗത്തിലെടുത്ത്
വരിക എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നീടുള്ളത് ആൻസലിനാണ്, നെയ്യാറ്റിൻകര. ആൻസലിനും അതേ രീതിയിൽ തന്നെ അദ്ദേഹവും മത്സരരംഗത്തേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അരുവിക്കര, കാട്ടാക്കട. അരുവിക്കരയിൽ ജി സ്റ്റീഫൻ, അരുവിക്കര സീറ്റിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ജി കാർത്തികൻ്റെ കുത്തകയായിരുന്നു ആ സീറ്റ്. പിന്നീട് ശബരിനാഥൻ 2 തവണ അവിടെ ജയിക്കുന്നു. 3-ാം തവണ ജി സ്റ്റീഫൻ അവിടെ ആ സീറ്റ് നേടിയെടുക്കുകയാണ് ചെയ്തത്. കാട്ടാക്കട IV സതീശൻ തന്നെ മത്സരിക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാടായി നമുക്ക് കാണാൻ കഴിയുക. തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ ഒരു കീറാമുട്ടിയായി ഇപ്പോൾ വന്ന് പതിച്ചിരിക്കുകയാണ്. കാരണം ഇടതുമുന്നണി നേതൃത്വം വിചാരിക്കാത്ത രീതിയിലാണ് ആ കോടതി വിധി ഉണ്ടായത്. പെട്ടെന്ന് തന്നെ അയോഗ്യനാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. രാവിലെയൊന്നും അങ്ങനെ ഒരു ചർച്ചയില്ലായിരുന്നു. കോടതി വിധി വരുന്നു എന്ന ചർച്ചയ്ക്കപ്പുറത്തേക്ക് അദ്ദേഹം അയോഗ്യനാക്കിയപ്പോൾ MLA അല്ലാതാവോ എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ഉച്ചയോടുകൂടി അതിൻ്റെ വിധി വന്നപ്പോൾ മുതൽ അദ്ദേഹം അയോഗ്യനാണ്. പിന്നീട് MLA എന്ന പേര് അദ്ദേഹത്തിനല്ല. അദ്ദേഹം ഇതുവരെ ആ വിഷയത്തോട് പിന്നീട് പ്രതികരിച്ചിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായില്ല. ഇവിടെ തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ, ഒരു യുവമുഖത്തെയോ അല്ലെങ്കിൽ സുപരിചിതന ഒരാളെയോ നിർത്തിക്കഴിഞ്ഞാൽ ആ സീറ്റ് നേടിയെടുക്കാൻ കഴിയും എന്നൊരു വിലയിരുത്തൽ CPM-ന്റെ നേതൃത്വത്തിനുണ്ട്. അതേപോലെ തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസിന് 4 സീറ്റൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയുള്ള സംഘടനാശേഷി അവർക്കില്ല. അതുകൊണ്ട് തന്നെ ആ സീറ്റ് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ പൊതു അഭിപ്രായം. അവർ മുന്നോട്ട് വെക്കുന്ന ചില ഫോർമുലകളുണ്ട്. ഇപ്പോൾ CPI-യുമായി ചേർന്നുകൊണ്ട് ഒരു സീറ്റ് മാറ്റം, അതിനെക്കുറിച്ചുള്ള ചില ആലോചനകൾ നടക്കുന്നുണ്ട്. ഹരിപ്പാട് CPI-യിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് KC ജോസഫ് അവിടെ മത്സരിക്കുക. അതുപോലെ തന്നെ തിരുവനന്തപുരം സീറ്റ് CPI-ക്ക് കൊടുക്കുക. CPI ആരെങ്കിലും മത്സരിപ്പിക്കട്ടെ, അവരുടെ ടൗൺ ആണല്ലോ. അങ്ങനെ ഒരു ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. വട്ടിയൂർക്കാവ് മണ്ഡലത്തെക്കുറിച്ച് വിജിൻ ചിരുമ്പോ പറഞ്ഞതേ ഉള്ളൂ. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ VK പ്രശാന്ത് അല്ലാതെ മറ്റൊരു മുഖത്തെക്കുറിച്ച് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് നമുക്കറിയാം. NSS പരസ്യമായി VK പ്രശാന്തിനെതിരെ രംഗത്ത് വന്നിട്ടും അവിടെ VK പ്രശാന്ത് വിജയിച്ച് കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീടുള്ളത് കഴക്കൂട്ടം ആണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിക്കാം എന്നുള്ള ആലോചന നടക്കുന്നുണ്ട്. ചില വിവാദങ്ങളിൽ അദ്ദേഹം പെട്ടിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്നതാണ് കുറച്ചുകൂടെ സേഫ് അവിടെ എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ.